ശ്രീത് പണിക്കര്, അമേരിക്കയുടെ ആത്യന്തിക ലക്ഷ്യം എന്ത് എന്നുള്ളതാണ്. നമ്മൾ ആദ്യഘട്ടം മുതൽ ഈ യുദ്ധത്തിൻ്റെ ഈ പോരാട്ടത്തിൻ്റെ ആദ്യഘട്ടം മുതൽ അമേരിക്കയുടെ ഇൻവോൾവ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മൾ പരസ്പരം ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് ആ വിഷയത്തിൽ. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ട്രംപിൻ്റെ മുന്നറിയിപ്പ്, ട്രംപ് പറയുന്നു താങ്കൾ എവിടെയാണ് എന്ന് ഖമേനിയോട് പറയുകയാണ്. അറിയാം, എവിടെയാണെന്ന് വളരെ കൃത്യമായി അറിയാം. ഇസ്രായേൽ ഇടയ്ക്ക് ഒരു വാർത്ത വന്നിരുന്നത് ഖമേനിയെ തീർക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു, പക്ഷേ അമേരിക്ക അതിനെ വീറ്റോ ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഖമേനിയുടെ മറുപടി കൂടി വന്നിരിക്കുകയാണ്. അമേരിക്കയ്ക്ക് ശക്തമായ തിരിച്ചടി ഉണ്ടാകും യുദ്ധത്തിൽ ഇടപെട്ടാൽ, അല്ലെങ്കിൽ തങ്ങൾക്ക് നേരെ യുദ്ധം പ്രഖ്യാപിച്ചാൽ എന്നുള്ളത്. ആത്യന്തികമായി അമേരിക്ക എന്ന രാജ്യം ലക്ഷ്യം വെക്കുന്നത്, ട്രംപ് ലക്ഷ്യം വെക്കുന്നത് എന്തായിരിക്കും? ശ്രീ രഞ്ജിത്ത്, ഖമേനിയുടെ ആ തിരികെയുള്ള പ്രസ്താവന കംപ്ലീറ്റ് സറണ്ടർ വേണം, അൺകണ്ടീഷണൽ ആയിരിക്കണം എന്ന് ട്രംപ് ആവശ്യപ്പെടുമ്പോൾ ഖമേനിയുടെ ഭാഗത്തു നിന്ന് തിരിച്ചുള്ള പ്രസ്താവന വളരെ ദുർബലമാണ്. കാരണം എല്ലായ്പ്പോഴും ഡെത്ത് ടു അമേരിക്ക, അല്ലെങ്കിൽ അമേരിക്ക ഒരു ഗ്രേറ്റ് സാറ്റനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളിൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾ ഒരു കാരണവശാലും ഒരാൾക്ക് മുമ്പിലും കീഴടങ്ങില്ല എന്ന് പറയുകയും ഇറിപ്പയറബിൾ ആയിട്ടുള്ള കോൺസിക്വൻസസ് അമേരിക്കയ്ക്ക് വരുത്തി തീർക്കുകയും ചെയ്യും എന്നവർ പറയുമ്പോൾ അത് ഏത് രീതിയിൽ അവർക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് പ്രധാനം. ഈ മിഡിൽ ഈസ്റ്റേൺ ഭാഗത്തുള്ള US-ൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെൻറ്റുകളെ ആക്രമിക്കും എന്നാണോ, അതോ മറ്റെന്തെങ്കിലും തരത്തിലാണോ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ വലിയ അവ്യക്തതയുണ്ട്. കാരണം ഇതിനൊന്നും തന്നെ ഇപ്പോൾ പൂർണ്ണമായിട്ടുള്ള ഒരു കേപ്പബിലിറ്റി ഇറാൻ ഉണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം അവരുടെ ശക്തി അനുനിമിഷം ഇങ്ങനെ ഡിപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് കേവലം ഇസ്രായേലിൻ്റെ ക്ലെയിം മാത്രമല്ല, പല ഇൻഡിപെൻഡൻറ്റ് ഏജൻസികളും അത് വെറ്റ് ചെയ്യുന്നുണ്ട്. ഉപഗ്രഹ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത് തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവർ ഈ ഫത്ത-1 എന്ന് പറയുന്നുള്ള ഹൈപ്പർസോണിക് മിസൈൽ അവർ ഇസ്രായേലിനെതിരെ ഉപയോഗിച്ചു. പക്ഷേ അതുപോലും ഒരുപാട് മിസൈലുകൾ ലോഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് സാധിക്കുന്നില്ല. അതിൻ്റെ കാരണമായിട്ട് തന്നെ പറയുന്നത് ഏകദേശം 40% ഇറാനിയൻ മിസൈൽ ലോഞ്ചേഴ്സിനെ ഇതിനോടകം തന്നെ ഡീസ്റ്റെബിലൈസ് ചെയ്യുകയും ഡിസേബിൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാണ്. അവരുടെ എയർ ഡിഫൻസ് ബാറ്ററി 70 ഇതേപോലെ 70 ബാറ്ററികൾ ഇതേപോലെ തന്നെ നിർവീര്യമാക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു പക്ഷേ അവരുടെ തിരിച്ചടിക്കാനുള്ള ശക്തിയിലാണെങ്കിലും പ്രതിരോധിക്കാനുള്ള ശക്തിയിലാണെങ്കിലും ഒക്കെ തന്നെ വലിയ കുറവുകൾ ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. പിന്നെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി തന്നെ കൺഫേം ചെയ്തിരിക്കുന്ന സെൻട്രിഫ്യൂജ് പ്രൊഡക്ഷൻ ഡാമേജ് ഉണ്ട് അവരുടെ ഫെസിലിറ്റി. ഇപ്പോൾ കാരാജ് പോലെയുള്ള, ടെഹ്റാൻ പോലെയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ പ്രശ്നങ്ങളുണ്ട് എന്നത് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം നതാൻസിലൊക്കെ നടക്കുന്ന ആക്രമണം നമുക്കറിയാം. ആകെയുള്ളത് ഈ ഫോർദോ എന്ന് പറയുന്ന ഇപ്പോൾ ഇറാൻ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഒരു പ്രവിശ്യയിൽ എത്രത്തോളം ആഘാതം ഏൽപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ അതിന് സാധിക്കുമോ എന്നുള്ളതാണ്. അപ്പോൾ ഈ അമേരിക്കയുടെ പ്ലാനിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് സറണ്ടർ ആണ്, അതും അൺകണ്ടീഷണൽ ആയിരിക്കണമെന്ന് അവർ പറയുമ്പോൾ ഇസ്രായേലിനെ ഒരു തരത്തിലും കുറ്റപ്പെടുത്തുന്നില്ല. എന്ന് വെച്ചാൽ ഇസ്രായേലിൻ്റെ ഒരു പ്രിൻസിപ്പിൾഡ് പൊസിഷൻ ഈ വിഷയത്തിൽ എന്താണോ അതിനോടൊപ്പം തന്നെയാണ് അമേരിക്ക എന്ന കാര്യത്തിൽ തർക്കമില്ല. എങ്കിൽ ഒന്നുകിൽ ഇവർ സറണ്ടർ ചെയ്യുക, എന്നിട്ട് അവരുടെ ഫോർദോ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ പരിശോധനയ്ക്ക് വിധേയമാക്കുക, പൂർണ്ണമായിട്ടും അവരുടെ ആണവോർജ്ജ പരിപാടികൾ, പ്രത്യേകിച്ച് അതിനെ വെപ്പണൈസ് ചെയ്യാനുള്ള പരിപാടികൾക്കെല്ലാം തന്നെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുക എന്നുള്ളതാവും അവരുടെ ലക്ഷ്യം. അപ്പോൾ ആ ലക്ഷ്യം പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന 2 ഫെസിലിറ്റികൾ മാത്രമല്ല, മറ്റു ഫെസിലിറ്റികളിലേക്ക് കൂടി ഈ ഇസ്രായേലിൻ്റെ ആക്രമണം അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകേണ്ടതാണ്. പിന്നെ അമേരിക്ക എത്രത്തോളം ഇതിൽ ഇൻവോൾവ് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് നിലവിൽ നമ്മൾ കാണുന്ന ഒരു റെഡിനെസ് ആണ്. കാരണം ഇസ്രായേൽ ഒരു ഓൾ ഔട്ട് അറ്റാക്കിന് വേണ്ടിയിട്ട് പോകുന്നു. ഇപ്പോൾ കർമൻ ഷാ പോലെയുള്ള ഒരു മിസൈൽ ബേസ് ഉണ്ട്. ആ മിസൈൽ ബേസിന് വലിയ ആഘാതം, അവിടെയുള്ള ബിൽഡിങ്ങുകളൊക്കെ തന്നെ തകർന്നു എന്ന രീതിയിലേക്കുള്ള സാറ്റലൈറ്റ് ചിത്രങ്ങൾ വരുന്നുണ്ട്. അത് ഇസ്രായേൽ ചെയ്തിരിക്കുന്നതാണ്. ബിത്കനെ എന്ന് പറയുന്നവരുടെ ഒരു മിസൈൽ ഫെസിലിറ്റി ഉണ്ട്. ആ ഫെസിലിറ്റി അവർ തകർത്തിരിക്കുന്നു. ഇവരുടെ ഒരു ഗാരിസൺ ഉണ്ട്, ഷാഹിദ് മുദാറസ്, അത് ഇവർ തകർത്തിട്ടുണ്ട്. റേഡാർ സൈറ്റുകളുണ്ട് ഷിറാസിലും മറ്റുമുള്ള. അപ്പോൾ ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളും അവർ തകർത്തിരിക്കുകയും വലിയ ആഘാതം ഏൽപ്പിക്കുകയും ചെയ്യുമ്പോൾ ഇനി അവിടെ ബാക്കിയുള്ള സാധനങ്ങളിലേക്ക് ഇസ്രായേലിൻ്റെ നിലവിലുള്ള ശക്തിയും പ്ലസ് അമേരിക്കയുടെ ശക്തിയും കൂടി വന്നു കഴിഞ്ഞാൽ അത് ഇറാൻ അത് സർവൈവ് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവരുടെ ഭാഗത്തു നിന്ന്, അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഈ ക്ലെയിമുകൾ ഉണ്ടെങ്കിൽ പോലും ഡിപ്ലോമാറ്റിക്കലി വാക്കുകളുടെ അർത്ഥമൊക്കെ നമുക്ക് പലപ്പോഴും വ്യാഖ്യാനിക്കാറുള്ളതാണ്. അമേരിക്ക വി എന്നുള്ള വാക്കാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അവർ വി എന്ന രീതിയിൽ, അതായത് ഇസ്രായേൽ ഒറ്റയ്ക്കല്ല, ഇസ്രായേലിൻ്റെ ആവശ്യമെന്ന് പറയുന്നത് ഞങ്ങളുടെ കൂടി ആവശ്യമാണ് എന്ന രീതിയിലുള്ള പല പോസ്റ്റുകളുമാണ് ട്രൂത്ത് സോഷ്യലിൽ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ അതിലൊരു ജോയിൻ്റ് എഫേർട്ട് ഉണ്ട് എന്ന രീതിയിലത്തേക്ക് വ്യക്തമാണ്. ഡയറക്റ്റ് എൻട്രി ഉണ്ടായിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അവരുടെ വെപ്പൺ മൂവ്മെൻ്റ് ആണെങ്കിലും കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കാൾ വിൻസൺ എന്ന് പറയുന്ന അവരുടെ ഒരു യുദ്ധക്കപ്പൽ, ആ കപ്പൽ ഓൾറെഡി ഇതിനടുത്തായിട്ടുണ്ട്. നിമിറ്റ്സ് ഇപ്പോൾ അവിടേക്ക് എത്തുന്നുണ്ട്. അവരുടെ റീഫ്യൂലിംഗ് എയർക്രാഫ്റ്റുകൾ കൂടുതലായിട്ട് ഈ പ്രവിശ്യയിലേക്ക്, അവരുടെ മിഡിൽ ഈസ്റ്റേൺ ഫെസിലിറ്റികളിലേക്ക് കൂടുതലായിട്ട് അമേരിക്ക എത്തിക്കുന്നുണ്ട്. ഡിഫൻസ് സിസ്റ്റമുള്ള പാട്രിയറ്റ് അത് ഇപ്പോൾ തന്നെ അവർ റെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഓഷ്യനിൽ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടിരിക്കുന്ന ഒരു വാർത്ത, സ്റ്റെൽത്ത് ബോംബറുകൾ ഡിയഗോ ഗാർഷ്യയിൽ അവർ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മെഡിറ്ററേനിയനിൽ
US ഡിസ്ട്രോയേഴ്സ് ഇസ്രായേലിനടുത്തേക്ക് നീങ്ങുന്നുണ്ട്. അതായത് വലിയ രീതിയിലത്തേക്കുള്ള ആഘാതം ഉണ്ടാകുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് US ഡിസ്ട്രോയേഴ്സ് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യുദ്ധം ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് തന്നെ അതിന് പറ്റുന്ന രീതിയിലത്തേക്കുള്ള പ്രതിരോധം ഇപ്പോൾ ഉണ്ടാക്കുകയും വലിയ രീതിയിൽ അമേരിക്കയുടെ ഡിപ്ലോമാറ്റിക് ടേംസിൽ പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം പ്രഷർ, ആ മാക്സിമം പ്രഷർ ഇറാനിലേക്ക് എക്സേർട്ട് ചെയ്യുകയും ചെയ്തതിന് ശേഷം അവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും അതൊരു പക്ഷേ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രാൻസിഷൻ നടക്കണം എന്നുള്ള താല്പര്യമാണ് നിലവിൽ അമേരിക്കയ്ക്ക് ഉള്ളത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ എത്രത്തോളം ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ളത് ഇറാന്റെ ശക്തി അനുസരിച്ചിരിക്കും. പക്ഷേ നിലവിൽ അത്രത്തോളം അവരുടെ ശക്തി ഡിപ്ലേറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് എന്നുള്ളതാണ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള തിരിച്ചടി അല്ല അവിടെ നിന്ന് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അവർ വർഷങ്ങളായിട്ട് പ്രത്യേകിച്ച് പാലസ്തീനുമായിട്ടൊക്കെ വലിയ പ്രശ്നം, ഹമാസുമായിട്ടൊക്കെ പ്രശ്നത്തിൽ നടക്കുന്നത് കൊണ്ട് തന്നെ അവിടെയുള്ള കുറേയധികം റെഗുലേഷൻസ് ഓൾറെഡി ഉണ്ട്. അതായത് എങ്ങനെയാണ് സിവിലിയൻ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത്, ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അലാം സൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര സമയമാണ് അവർക്ക് സെൽഫ് റെസ്ക്യൂവിന് കിട്ടുക, ബങ്കറുകൾ ഓരോ ബിൽഡിങ്ങിൻ്റെയും താഴെ മാൻഡേറ്ററി ആയിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ കുറേയധികം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ ജനത കൂടി എക്വിപ്ഡ് ആണ്, ട്രെയിൻഡ് ആണ്. പക്ഷേ ആ രീതിയിലത്തേക്ക് പൂർണ്ണമായിട്ടും ഇറാനിലുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം അതുകൊണ്ടാണ് അവിടെ ഏതാണ്ട് 600-നടുത്ത് സിവിലിയൻ കാഷ്വാലിറ്റികൾ ഉൾപ്പെടെ വന്നിരിക്കുന്നതും മറിച്ച് 30-ൽ താഴെ മാത്രം ഇപ്പോൾ ഇസ്രായേലിൽ റിപ്പോർട്ട് ചെയ്യുന്നതും. അപ്പോൾ ആൾനാശത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അവിടെ ഉണ്ടാക്കുന്ന ആഘാതത്തിൻ്റെ പ്രഹരശേഷിയുടെ ഒക്കെ കാര്യത്തിലാണെങ്കിലും ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ സൈസിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിലും അതിലൊരു വലിയ ക്ലിയർ അപ്പർ ഹാൻഡ് ഇസ്രായേലിനുണ്ട്. അപ്പോൾ ഇസ്രായേലിനെ സഹായിക്കുന്നതിന് വേണ്ടി ആ പോളിസിയുടെ ഭാഗമായി ചേർന്ന് നിന്നുകൊണ്ട് വി അവർ എന്നുള്ള വാക്കുകൾ തന്നെ അമേരിക്കയുടെ പ്രസിഡന്റ് ഉപയോഗിക്കുമ്പോൾ അൺകണ്ടീഷണലായിട്ട് സറണ്ടർ ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്ന സമയത്ത് ഇത് കുറച്ചുകൂടി ഒരു ഈഗോയുടെ വിഷയം കൂടി അതിനകത്തേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അമേരിക്കയോടാണ് ഞങ്ങൾ ഒരാളിനോടും കീഴടങ്ങില്ല എന്ന് പറയുന്നതും അമേരിക്കയ്ക്ക് ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്ന രീതിയിലത്തേക്കുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റിനെ ബാക്ക് ചെയ്യാനായിട്ട് എന്താണ് ഇനി അവരുടെ കയ്യിലുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ആണവോർജ്ജ ഫെസിലിറ്റികൾ പോലും ഒരുപക്ഷെ നിരായുധവൽക്കരിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ വലിയൊരു പോസിബിലിറ്റി ഇനി ഇറാന്റെ ഭാഗത്തുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ അപ്പോഴും